ഈ ബിഗ് ബോസ് എന്ന പ്രോഗ്രാം ഒറിജിനൽ ആണെന്ന് വരികില്, അല്ലെങ്കിൽ ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നതെന്ന് വരികില്, ഇന്ന് ലാലേട്ടൻ വന്നു കഴിയുമ്പോ ചില കാര്യങ്ങൾ അവിടെ സംസാരിക്കുമെന്ന് നമുക്ക് കണ്ടറിയണം. ജാസ്മിന്റെ കഴുത്തിന് പിടിച്ച് റസ്മിൻ ഞെക്കി എന്ന് പറയുന്നു. കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിപ്പിച്ചു അവരെ. ജാസ്മിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ബിഗ് ബോസ് ഒരു ശാസനം പോലും കൊടുക്കാതെ റസ്മിനെ പറഞ്ഞു വിട്ടു. ഇതേ സമയം അന്ന് റോക്കി സിജോയെ അടിച്ചു. അത് കുറച്ച് കടുത്ത കൈയായിരുന്നു. എങ്കിലും സിജോയ്ക്ക് പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ടും റോക്കി അവിടുന്ന് വിട്ടു. ഇന്ന് ലാലേട്ടൻ വന്നു കഴിഞ്ഞ ശേഷം റസ്മിനെ എന്തെങ്കിലും പറയുമോ എന്ന് നമുക്കൊന്ന് അറിയണം. അതുപോലെ തന്നെ ജിൻഡോയുടെ ഈ ആഴ്ചത്തെ പ്രകടനം ശരിക്കും പ്രേക്ഷകരായാലും ഹൗസിനുള്ളിലുള്ളവരായാലും ജിൻഡോയെ മാറിയിരുന്നായാലും അവിടെ ഇരുന്ന് പറഞ്ഞ കാര്യമാണ് ജിൻഡോയുടെ ഈ ആഴ്ചത്തെ പ്രകടനത്തെ കുറിച്ച്. അതുപോലെ ഗസ്റ്റുകളായിട്ട് വന്ന രണ്ടുപേരും പറഞ്ഞു ജിൻഡോയുടെ ഓരോ കാര്യങ്ങളും എടുത്തെടുത്തു പറഞ്ഞു. മറ്റുള്ളവര് കേൾക്കുകയായാലും പറഞ്ഞു. നല്ല രീതിയിൽ അഭിനന്ദിച്ചിട്ടാണ് അവര് പോയത്. ലാലേട്ടൻ വന്നു കഴിയുമ്പോൾ ഒരു നല്ല വാക്കെങ്കിലും പറയുമോ നമുക്കൊന്ന് അറിയണം. ഞാനിത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാല് പലപ്പോഴും ജിൻഡോയെ അവിടെ അടിച്ചമർത്തുന്ന ഒരു രീതിയാണ് ബിഗ് ബോസ് ആയാലും ലാലേട്ടനായാലും ചെയ്യുന്നത്. കാര്യം ഇവിടുന്ന് പറഞ്ഞു വിടണം എന്നുള്ള ഉദ്ദേശം മാത്രം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പോലെയാണ് നമുക്ക് തോന്നിയത്. അതുപോലെ ജിൻഡോയുടെ വായിന്ന് ഒരു ചെറിയ മോശം വാക്കെങ്കിലും വന്നാല് അത് വലുതാക്കി ഊതി വീർപ്പിച്ച് ലാലേട്ടൻ അവിടെ ചോദ്യം ചെയ്യും. അതുപോലെ മറ്റു മത്സരാർത്ഥികളും അതിനെ വലുതാക്കും. ഇവിടെ ജാസ്മിന്റെ വായിൽ നിന്നൊരു വാക്ക് വീണത്, അതും രണ്ട് അതിഥികളുടെ മുന്നിൽ വെച്ച്, ഗസ്റ്റുകളുടെ മുന്നിൽ വെച്ച് പറഞ്ഞതാണ്. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ ഊളകളെ എന്നുള്ള ആ ഒരു വാക്ക് കേട്ട എല്ലാവർക്കും അറിയാതെ ഒരു വൃത്തികെട്ട സംസാരമാണ്. പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി പറയേണ്ട കാര്യമല്ല. എന്തെങ്കിലും ലാലേട്ടൻ അതിനോട് പറയുമോന്നറിയാം. ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് ജാസ്മിനെയും അങ്ങനെ കുറച്ച് ആളുകളെയും പ്രത്യേകം സംരക്ഷിച്ച് അവിടെ നിർത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് ജാസ്മിനെ വിന്നറാക്കണം എന്നുള്ള ചിന്തയിൽ മുന്നോട്ട് പോകുന്ന ഒരു ബിഗ് ബോസ് ടീമാണെന്ന് നമുക്ക് പലപ്പോഴും തോന്നിപ്പോകും. കാര്യം അവിടെ ഇപ്പൊ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നെന്ന് പറഞ്ഞാൽ സിജോ, ജിൻഡോ, അതുപോലെ കുറച്ച് ആൾക്കാര്, ജാസ്മിനും ഉണ്ട്, അങ്ങനെ കുറച്ച് ആൾക്കാരാണ്. എന്നാൽ അവരെയൊക്കെ എപ്പോഴും തഴയപ്പെട്ട ഒരു രീതി വന്നിട്ട് ജാസ്മിനെയും കുറച്ച് ആൾക്കാരെ ഉയർത്തിക്കൊണ്ട് പോകുന്ന പോലെയാണ് നമുക്ക് പലപ്പോഴും തോന്നുന്നത്. നമുക്ക് ഇന്ന് കണ്ടറിയാൻ ലാലേട്ടൻ വന്നു കഴിയുമ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്, എങ്ങനെയൊക്കെ ആയിരിക്കും മുന്നോട്ടുള്ള കാര്യങ്ങൾ പോകുന്നതെന്ന് ഇന്ന് ഏവിഷൻ കാണും. മിക്കവാറും ശ്രീരേഖയായിരിക്കും. ശ്രീരേഖ രണ്ടുപേരുണ്ടെങ്കിൽ ശ്രീരേഖയും ശരണ്യമാണ് പോകാനുള്ളത്. എങ്ങനെയായിരിക്കും ഇന്നത്തെ ഏവിഷൻ പ്രക്രിയ എന്നുള്ളതും നമുക്ക് കണ്ടറിയാം. എന്തായാലും എന്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അപ്ഡേറ്റുമായിട്ട് ഉടനെ എത്തും.